അടിയന്തരമായി നിലത്തിറക്കിയ ചെന്നൈ കൊച്ചി സ്പൈസ് ജെറ്റ് വിമാനം റദ്ദു ചെയ്തു. വൈകിട്ടത്തോടെയോ നാളെയോ വിമാനത്തിൽ പോകാൻ കഴിയുന്നവർക്ക് ടിക്കറ്റ് നൽകും എന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചു. ടേക്ക് ഓഫിന് പിന്നാലെ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിമാനം തിരിച്ചിറക്കിയത്. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, എന്താണ് പ്രശ്നമായി കണ്ടത്? യാത്രക്കാർക്കൊക്കെ കൃത്യമായി ഒരു ഓൾട്ടർനേറ്റീവ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ? ചെന്നൈ കൊച്ചി സ്പൈസ് ജെറ്റ് വിമാനം ചെന്നൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ നിലത്തിറക്കിയത്. വിമാനത്തിന് സാങ്കേതിക തകരാർ കണ്ടെത്തി എന്നാണ് സ്പൈസ് ജെറ്റ് വിമാന കമ്പനി അറിയിച്ചിരിക്കുന്നത്. 147 യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും നേരത്തെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു വിമാന കമ്പനി അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇപ്പോൾ പുതിയ അറിയിപ്പ് അനുസരിച്ച് വിമാനം റദ്ദാക്കിയെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. പകരം സംവിധാനം എന്ന രീതിയിൽ ഇന്ന് വൈകിട്ടോ നാളെയോ ഉള്ള വിമാനത്തിൽ പോകാൻ കഴിയുന്നവർക്ക് ടിക്കറ്റ് നൽകും. അവിടെ നിൽക്കേണ്ട ആളുകൾക്ക് മതിയായ താമസ സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് പണം തിരികെ നൽകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സ്പൈസ് ജെറ്റിന്റെ സർവീസിനെതിരെ നേരത്തെ മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഏതായാലും ഇതിപ്പോൾ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചതെന്നാണ് സ്പൈസ് ജെറ്റ് അറിയിക്കുന്നത്. ശരി. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കിയിരിക്കുന്നു. യാത്രക്കാർക്ക് മറ്റ് സൗകര്യം ഏർപ്പെടുത്തും.